UP അവിയാൻഡോ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് സ്വരൂപ്. ഈ കഥയിലെ ഒരു ചേച്ചിയും അനിയത്തിയും ചെറുപ്പത്തിൽ ഗ്രാമത്തിലെ വീട് വിട്ട് സിറ്റിയിലേക്ക് പോയിരുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ, മക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം, നിങ്ങളുടെ അങ്കിളിന് സുഖമില്ല, എപ്പോൾ വേണേലും മരിച്ചു പോകും. ആ വാർത്ത കേട്ട് ചേച്ചിയും അനിയത്തിയും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ശേഷം അവിടെ നടന്നത് മറ്റൊന്നാണ്. രണ്ടുപേരും അവിടെ പെട്ടുപോവുകയാണ്. അതും ഒരു പകയുടെ പുറത്ത് ചെയ്ത ഒരു കെണിയിൽ. ആ വീട് വിട്ട് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രേതം അവരെ തടഞ്ഞു നിർത്തുന്നു. എന്തിനായിരിക്കും? എന്താണ് പക? എന്തിനു വേണ്ടിയായിരിക്കും? കൊടും കാട്ടിൽ, ആ വിജനമായ കാട്ടിലുള്ള വീട്ടിൽ പെട്ടുപോയ ചേച്ചിക്കും അനിയത്തിക്കും രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ? എന്തൊക്കെയാണ് അവിടെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്നൊക്കെ കൊടൂരമായി കാണിച്ചു തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വലിയ ഒരു കാടിന് നടുവിലായി കുറച്ച് വീടുകൾ കാണാം. അവിടെ ഒരു ഡെലിവറി ബോയ് പാർസലും എടുത്തുകൊണ്ട് പോയി കയർ എന്നൊരാളുടെ വീട്ടിലേക്ക് പോയി നിൽക്കുമ്പോൾ മെയിൻ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ അകത്തു നിന്നും ഘടികാരത്തിൻ്റെ ടിക് ടിക് എന്ന ശബ്ദം അല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. അല്പം ഭയത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കയർ വന്നിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അതും മണ്ണാണ് ഛർദ്ദിക്കുന്നത്. അത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് TV ഓൺ ആവുകയും ആ ഭാഗത്തേക്ക് നോക്കി മുന്നോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കയറിനെ കാണാനില്ല. ഇയാൾ ഇതെവിടെ പോയി? ഇങ്ങനത്തെ പ്രാങ്ക് വീഡിയോ ഞമ്മ കുറേ കണ്ടിട്ടുണ്ട്, എന്നെ പറ്റിക്കാൻ നോക്കേണ്ട ബായി എന്ന് പറഞ്ഞ് ഒരു റൂമിൽ പോയി നോക്കുമ്പോൾ ദേ കയറിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നു. അത് കണ്ട് ഡെലിവറി ബോയ് ഭയന്ന് അലറുമ്പോൾ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ടൈലറിംഗ് വർക്ക് ചെയ്യുന്ന അഫിയെയും അവളുടെ സിസ്റ്റർ ഇഷ്ടിയെയും കാണാം. രണ്ടുപേർക്കും ഉപ്പയും ഉമ്മയും ആരും ഇല്ല. അഫി ടൈലറിംഗ് വർക്ക് ചെയ്താണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ ഇഷ്ടിയെയും പഠിപ്പിക്കാൻ വിടുന്നതും. അഫി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇഷ്ടിക്ക് വിഷമം ഒക്കെയുണ്ട്. പെട്ടെന്നൊരു ഫോൺ കോൾ. അത് ഇവരുടെ ആൻറ്റിയുടെ വീട്ടിലെ ജോലിക്കാരി ആയിരുന്നു. അഫിയോട് നിന്റെ അങ്കിളിന് തീരെ സുഖമില്ല, ഏത് നിമിഷവും മരിക്കും, ആ അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും എത്രയും പെട്ടെന്ന് വന്നിട്ട് അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് പോയിക്കോ എന്ന് പറയുകയും ശരി ഞങ്ങൾ ഉടനെ എത്താം എന്ന് പറഞ്ഞ് അഫി ഫോൺ കട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അങ്കിൾ ആരാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ തൂങ്ങി മരിച്ചതായി കണ്ട കയർ ആണ്. കയറിൽ തൂങ്ങി എങ്കിലും മരിച്ചിരുന്നില്ല. ചിലപ്പോൾ ഡെലിവറി ബോയ് രക്ഷപ്പെടുത്തിയതാവാം. അങ്ങനെ പിറ്റേ ദിവസം അഫിയും ഇഷ്ടിയും അവരുടെ പഴയ നാട്ടിലേക്ക് കയർ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അഫി പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കാൻ തുടങ്ങി. അതിൽ അഫിയും ഇഷ്ടിയും ചെറിയ കുട്ടികൾ ആയിരുന്ന സമയത്ത് കളിക്കാനായി പുറത്തു പോയിട്ട് തിരിച്ചു വരാൻ നേരം വളരെ വൈകി. ഇരുട്ടാവാറായി. ചേച്ചി പെട്ടെന്ന് ഓടിക്ക്, ഉമ്മ വഴക്ക് പറയും എന്ന് പറയുമ്പോൾ എടി വാ പൊത്തിയിരിക്ക്, ഇത് പറക്കും തളികയല്ല സൈക്കിളാണ് എന്ന് കലിപ്പിൽ പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരും വീട്ടിലേക്ക് എത്തുകയും ഉമ്മ കാണാതിരിക്കാൻ പമ്മി പോകുമ്പോൾ അത് ഉമ്മ കാണുകയും ചെയ്തു. നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ വീട്ടിൽ കയറണം എന്ന്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ല അല്ലേ? അത് കേട്ട് സോറി ഉമ്മ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ദേ നോക്ക്, സൂര്യൻ അസ്തമിച്ച ശേഷം പുറത്തിറങ്ങിയാൽ ഷൈത്താൻ പിടിച്ചോണ്ട് പോകും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഇനി ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? പോയിക്കോ എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തു വിടുകയാണ്. ശേഷം ഇഷ്ടി കളിച്ചോണ്ടിരിക്കുമ്പോൾ അഫി വന്നിട്ട് എടി നീ ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്ക്, ഇന്ന് നീ ഉറങ്ങുമ്പോൾ പ്രേതം വരും, എന്നിട്ട് നിന്നെ പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഇതേ നേരം കിച്ചണിൽ ഉമ്മ നിൽക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ മിന്നിമറയാൻ തുടങ്ങി. അതേപോലെ അവിടെയുള്ള തിങ്സ് ഒക്കെ തനിയെ താഴെ വീണ് ഉടയുന്നത് ഒക്കെ കണ്ട് ഭയങ്കര ശബ്ദം ഒക്കെ കേൾക്കുന്നത് സഹിക്കാൻ പറ്റാതെ ചെവി പൊത്തി അലറുമ്പോൾ ആ ഒച്ച കേട്ട് കുട്ടികൾ അവിടെ എത്തി നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണൊക്കെ വൈറ്റായിട്ട് ബാധ കയറിയ പോലെ മക്കളെ നിങ്ങൾ ഒരിക്കലും സൂര്യാസ്തമയത്തിനു ശേഷം പുറത്തിറങ്ങരുത്, പോയാൽ പ്രേത പിശാചുക്കൾ നിങ്ങളെ പിടിക്കും എന്ന് അലറി പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ മണ്ണ് ഛർദ്ദിക്കാൻ തുടങ്ങി. അത് കണ്ട് രണ്ടുപേരും പേടിച്ച് അലറി ഒച്ച വെക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ആ പഴയ കാര്യങ്ങൾ ഒക്കെ ഓർത്ത് അങ്ങനെ ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഇവരെ പിക്കപ്പ് ചെയ്യാൻ ഡ്രൈവർ എത്തുകയും അയാളോട് കയർ അങ്കിളിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചെങ്കിലും അയാൾ വായിൽ
സൂപ്പർ ഗ്ലൂ ഒഴിച്ച പോലെ വാ തുറന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ ഭയങ്കര ഗൗരവത്തിൽ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ഇറക്കിയിട്ട് പോവുകയാണ്. രണ്ടുപേരും വീട്ടിൽ കയറിയപ്പോൾ വേലക്കാരി അവരോട് മക്കളെ ദേ ആ റൂമിലാണ് അങ്കിൾ ഉള്ളത്, പോയി സംസാരിക്ക് എന്ന് പറഞ്ഞു വിടുകയും രണ്ടുപേരും ആ റൂമിൽ കയറിയപ്പോൾ അത് പ്രേത വീട് പോലെയുണ്ട്. ഇഷ്ടിക്ക് ആണെങ്കിൽ കൂടുതൽ ഭയന്ന് അഫിയുടെ പുറകിൽ നിൽക്കുകയാണ്. അങ്ങനെ പതുക്കെ കയറിന്റെ അടുത്തേക്ക് പോയിട്ട് അങ്കിളെ ഞങ്ങളെ ഓർമ്മയുണ്ടോ, ഇത് ഞാനാ അഫി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കയർ എഴുന്നേറ്റ് നിന്ന് മക്കളെ എനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുകയാണ്. സഹായമോ, എന്ത് സഹായം എന്ന് ഭയത്തോടെ ചോദിക്കുമ്പോൾ എനിക്ക് മരിക്കണം, എന്നെ മരണത്തിന് വിട്ടുകൊടുക്ക്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലിൽ വീഴുകയും എന്തു പറ്റി അങ്കിളെ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് തുടിക്കാൻ തുടങ്ങി. ശരീരം ഒക്കെ വേദനിക്കുന്ന പോലെ തുടിച്ച് നിലത്ത് വീണ് ബോധം പോവുകയും എന്നാൽ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ആ ബോധം ഇനി ഒരിക്കലും വരില്ല എന്ന്. അതായത് കയർ അങ്കിൾ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ജോലിക്കാരി മക്കളെ നിങ്ങൾ ഇവിടെ നിന്നും പോയിട്ട് 10 വർഷം ആയി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഫോട്ടോസൊക്കെ കണ്ട് ആൻറ്റി എവിടെയാ ഉള്ളത്, ഞങ്ങളുടെ സഭ ആൻറ്റി എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ ഈ വീട് വിട്ടു പോയപ്പോൾ നിങ്ങളുടെ സഭ ആൻറ്റിയും അങ്കിളിനെ വിട്ട് പിണങ്ങി പിരിഞ്ഞു പോയി. അങ്ങനെ പോയതിനു ശേഷമാണ് കയർ അങ്കിളിൻ്റെ നില ഓരോ ദിവസം കഴിയുമ്പോൾ മോശമായി വന്നത്. ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിരുന്നു, മരിച്ചു പോയ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ പിറ്റേ ദിവസം ജീവൻ തിരിച്ചു കിട്ടിയ പോലെ എഴുന്നേറ്റ് വരും. എത്ര ശ്രമിച്ചിട്ടും കയർ അങ്കിളിന് മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറയുമായിരുന്നു. അതേപോലെ നിങ്ങൾ വന്നാലേ കയർ അങ്കിളിൻ്റെ ജീവൻ പോവുകയുള്ളൂ, മരിച്ച് ഈ ലോകത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു. എന്നെക്കൊണ്ട് നിർബന്ധിച്ചാണ് നിങ്ങളെ വരാൻ പറയിപ്പിച്ചത് എന്നൊക്കെ വേലക്കാരി പറഞ്ഞിട്ട് ശരി സമയം ഒരുപാടായി, നാളെ കയർ അങ്കിളിന് വേണ്ട ചടങ്ങൊക്കെ ചെയ്ത് അടക്കം ചെയ്യാനുള്ളതാണ്, നിങ്ങൾ ഇന്ന് ഒരു ദിവസം എങ്കിലും ഇവിടെ താമസിക്ക്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നാളെ രാവിലെ വരാം എന്ന് പറഞ്ഞ് വേലക്കാരി അവിടെ നിന്നും പോവുകയും ചെയ്തു. ശേഷം രണ്ടുപേരും അവർ ചെറുപ്പത്തിൽ താമസിച്ച റൂമിലേക്ക് പോയപ്പോൾ ചെറുപ്പത്തിൽ ഇഷ്ടി കളിച്ച കളിപ്പാട്ടങ്ങൾ ഒക്കെ അതേപോലെയുണ്ട്. അഫി വരച്ച ചിത്രങ്ങളും അതേപോലെ നശിക്കാതെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇവിടെ ഒന്നും മാറിയിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കിടന്നു ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ അനിയത്തിക്ക് ഇഷ്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ഏയ് ചേച്ചി അങ്കിൾ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കെങ്ങനെ അറിയാനാ, ചിലപ്പോൾ സഭ ആൻറ്റി അങ്കിളിനെ വിട്ടുപോയത് കൊണ്ട് മനോവിഷമം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചതായിരിക്കാം എന്ന് പറയുകയാണ്. എന്നാൽ ഇഷ്ടി ആണെങ്കിൽ എനിക്ക് എന്തോ പേടിയാവുന്നു, അങ്കിൾ ഇതിനു മുൻപ് മരിക്കാൻ ട്രൈ ചെയ്തിട്ട് മരിച്ചില്ല, എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ മാത്രം എങ്ങനെയാ മരിച്ചത്, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് പേടിയാവുന്നു, നമുക്ക് ഇവിടുന്ന് പോകാം ചേച്ചി എന്ന് പറയുമ്പോൾ മോളെ നീ പേടിക്കേണ്ട, അങ്കിൾ നമ്മളെ കാണാൻ ആഗ്രഹിച്ചു, ആ ആഗ്രഹം നടന്നു, അങ്ങനെ സമാധാനം ആയി മരിച്ചു, ഇനി നാളെ സമാധിയും കർമ്മങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് ഇഷ്ടിയെ സമാധാനിപ്പിച്ച് അങ്ങനെ അവർ ഉറങ്ങുകയാണ്. അല്പം കഴിഞ്ഞ് ദേ കയർ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് നേരെ ഇഷ്ടിയുടെ അടുത്തേക്ക് പോയി വിളിച്ചതും അവൾ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അങ്കിളിനെയും കാണാനില്ല, അടുത്ത് കിടന്നിട്ടുണ്ടായിരുന്ന അഫിയെയും കാണാനില്ല. ചേച്ചി ഇതെവിടെ പോയി എന്ന് ഭയന്ന് അഫിയെ വിളിച്ചോണ്ട് റൂമിൽ നിന്നും പുറത്തിറങ്ങി തിരയാൻ തുടങ്ങി. അന്നേരം കയർ അങ്കിളിൻ്റെ റൂം ഡോർ ഓപ്പൺ ആയത് കണ്ട് ഭയത്തിന്മേൽ ഭയത്തോടെ നിൽക്കുമ്പോൾ ദേ പുറകിൽ അങ്കിൾ നിന്നിട്ട് ഇവളെ വിളിക്കുന്നു. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയെങ്കിലും അങ്കിളിനെ കണ്ടില്ല. പെട്ടെന്ന് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ചേച്ചി ഇതിനകത്താണോ, പെട്ടെന്ന് പുറത്തു വാ എന്ന് ഡോറിൽ തട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവിടെ സിനോ സിനോ എന്ന് വിളിക്കുന്ന പോലത്തെ വോയിസ് കേൾക്കാൻ തുടങ്ങി. അന്നേരം അഫി വാതിൽ തുറന്നിട്ട് നിനക്ക് എന്ത് പറ്റി, എന്തിനാടി ഇങ്ങനെ ഒച്ച വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അവിടെ അങ്കിളിൻ്റെ റൂമിൻ്റെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് വിളിച്ചതാ. എന്ത്, അതെങ്ങനെയാ ഓപ്പൺ ആവുന്നത്, വാ നോക്കാം എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ ഡോർ ഇപ്പോൾ ലോക്കായിട്ടാണ് കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അങ്കിളിന് ചെയ്യേണ്ട മരണാനന്തര ചടങ്ങുകൾ ഒക്കെ ചെയ്ത് അവസാനം ഇനി നമുക്ക് പോകാം എന്ന് തീരുമാനിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ഇഷ്ടിയുടെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അതിനാൽ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി ഇഷ്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കിടത്തി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ചേച്ചി നമുക്കിവിടുന്ന് ഇപ്പോൾ തന്നെ പോകാം, എനിക്ക് എന്തോ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ ഇനി പോകുന്നത് എങ്ങനെയാ, നിന്റെ അസുഖം മാറിയിട്ട് നാളെ പോകാം, ഇന്നൊരു രാത്രി ഇവിടെ നിൽക്കാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി പോകുമ്പോൾ നിലത്ത് നിന്നും ഒരു ചെറിയ ബൊമ്മ കിട്ടുകയും അത് കയ്യിലെടുത്ത് ഒരു കാര്യം ഓർക്കാൻ തുടങ്ങി. ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ ചെറുപ്പത്തിൽ ഉമ്മ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാർക്കാ ഈ വസ്ത്രം എന്ന് ചോദിക്കുമ്പോൾ ഇത് നിന്റെ അനിയത്തിക്കാണ്, ഇഷ്ടിയുടെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, അവൾക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ്
നോക്കാം നിനക്കിത് ചേരുന്നുണ്ടോ എന്ന് പറഞ്ഞ് വെച്ച് നോക്കിയിട്ട് സൂപ്പർ, നീ ഇതേപോലെ ടൈലറിംഗ് പഠിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല എന്ന് ആഫി പറയുകയാണ്. അന്നേരം മോളെ, നിനക്കിത് പഠിച്ചാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. പഠിച്ചതുകൊണ്ട് ഇതേ ജോലി തന്നെ ചെയ്യണം എന്നുമില്ല, അതുകൊണ്ട് നമ്മൾ സ്വന്തമായി എന്തെങ്കിലും പഠിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്ത് വസ്ത്രം തയ്ക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അന്ന് ഉമ്മ പഠിപ്പിച്ചതുകൊണ്ട് ഭാവിയിൽ അഫിക്ക് ഗുണമായി. ടൈലറിംഗ് ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ ആ ചെറിയ ബൊമ്മയിലാണ് സൂചിയൊക്കെ കുത്തിവെക്കാറുള്ളത്. അത് എടുത്ത് അവളുടെ ബാഗിൽ ഫിറ്റ് ചെയ്ത് വെച്ച് അവളുടെ ഉമ്മയും ഉപ്പയും താമസിച്ച റൂമിലേക്ക് പോയി ജനാലയുടെ സ്ക്രീൻ മാറ്റി നോക്കുമ്പോൾ ദേ അവിടെ കറുത്ത വസ്ത്രം ധരിച്ച് ഒരു ലേഡി ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നു. അഫി അവരെ കണ്ടു എന്ന് മനസ്സിലാക്കി ആ ലേഡി പോവുകയും ചെയ്തു. ശേഷം മിററിന്റെ അടുത്ത് ഇരുന്ന് അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഫോട്ടോ നോക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. ഒരിക്കൽ കിച്ചണിൽ വെച്ച് ബാധ കയറിയ പോലെ ഉമ്മ പെരുമാറിയിരുന്നില്ലേ? അതിനുശേഷം ഉമ്മ കിടപ്പിലായി. ഒരു ദിവസം അഫിയെയും ഇഷ്ടിയെയും വിളിച്ച് എന്തോ ഒരു കാര്യം പറയാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പറയാൻ പറ്റുന്നില്ല. ഏതോ ഒരു ആത്മാവിനെ ഉമ്മക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ അത് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അടുത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ ഭയന്ന് പറയുകയാണ്. അന്നേരം തന്നെ റേഡിയോ തനിയെ ഓണായി പാട്ട് കേൾക്കാൻ തുടങ്ങി. രണ്ടുപേരും ഓടിപ്പോയി റേഡിയോ ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ഉമ്മയെ കാണാനില്ല. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ തുണി മൂടി ഉമ്മ വന്ന് നിന്ന് കൊടൂരമായി ചിരിച്ചിട്ട് ഉമ്മയുടെ തല ഉമ്മ തന്നെ നിലത്തേക്ക് ഇടിച്ച് ഒടുവിൽ ഉമ്മ മരിച്ചു പോവുകയും ചെയ്തു. അവിടെ എത്തിയ ഉപ്പ അലറിക്കരയുകയാണ്. ഫ്ലാഷ് ബാക്കിൽ നിന്ന് മുന്നോട്ട് വന്നാൽ അക്കാര്യങ്ങൾ ഒക്കെ അഫി ഓർത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് വേലക്കാരി വന്നിട്ട് മോളെ, ഭക്ഷണം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. അങ്കിളിന്റെ ആത്മാവിന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താനുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ശരി, ഞങ്ങൾ അതുവരെ നിൽക്കാം. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഞങ്ങളുടെ സഭ ആൻറ്റി ശരിക്കും എന്തിനാ അങ്കിളിനെ വിട്ട് പോയത്? എന്തായിരുന്നു അവർക്കിടയിലുള്ള പ്രശ്നം? അന്നേരം വേലക്കാരി ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. അതിൽ നീയും നിന്റെ അനിയത്തിയും വീട്ടിൽ നിന്ന് പോയ ശേഷം നിന്റെ ഉമ്മയ്ക്ക് അസുഖം ബാധിച്ചപ്പോൾ സഭ ആൻറ്റിക്കും അസുഖം ബാധിച്ചു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് ഏയ് സഭ മാഡം, എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അസുഖം ആണെന്ന് വെച്ച് കഴിക്കാതിരിക്കുന്നത് നല്ലതല്ല, കുറച്ച് കഴിക്ക് എന്ന് പറഞ്ഞു പോയെങ്കിലും സഭയെ കണ്ടില്ല. പെട്ടെന്ന് ജനാലയുടെ വശത്തു പ്രത്യക്ഷപ്പെട്ടതുപോലെ നിന്നിട്ട് എനിക്ക് ദാഹിക്കുന്നു, അടുത്തുവാ എന്ന് ബാധ കയറിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് സഭയുടെ ഹസ്ബൻഡ് ഖയർ വന്നിട്ട് ഡോർ ലോക്ക് ചെയ്ത് വേലക്കാരിയോട് നിന്നോട് ഞാൻ എത്ര തവണയാ പറയുന്നത് ആ റൂമിൽ കയറരുതെന്ന്, പിന്നെ എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മേഡം ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി, ഇങ്ങനെ പോയാൽ മരിക്കില്ലേ, അതുകൊണ്ടാ ഭക്ഷണം കൊടുക്കാൻ പോയത് എന്ന് പറയുകയാണ്. എന്നാൽ ഖയർ ആണെങ്കിൽ മതി, നിന്റെ ജോലി ഇനി ഇവിടെ വേണ്ട, നീ പോയിക്കോ എന്ന് പറയുകയും അതിനാൽ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതാണ് എന്ന് ഇപ്പോൾ ആ ഫ്ലാഷ് ബാക്ക് അഫിയോട് പറയുകയാണ്. അതേപോലെ അന്ന് ഞാൻ ഈ വീട് വിട്ടു പോയെങ്കിലും പിന്നീട് കുറെ കഴിഞ്ഞ് ഞാൻ വന്നു. അന്നേരം ഖയർ എന്നോട് പറഞ്ഞത് സഭ പിണങ്ങി ഈ വീട് വിട്ടു പോയി എന്നാണ്. ഖയർ അന്ന് പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നും സഭയെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് വേലക്കാരി പറയുകയാണ്. അന്നേരം അതൊക്കെ കേട്ടിട്ട് എൻ്റെ ഫാമിലിയിൽ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ ഓരോരുത്തരും മരിക്കുകയാണല്ലോ, എന്താണ് ശരിക്കും പ്രശ്നം? എല്ലാ മരണവും ഒരേപോലെ ഉണ്ടല്ലോ, എന്തോ ശാപം ഉള്ള പോലെ. ഇതിനൊക്കെ കാരണം എന്തായിരിക്കും എന്ന് അഫി ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാം വിധിയായിരിക്കും, ഇനി നീ അതൊക്കെ ആലോചിച്ച് ടെൻഷനാക്കണ്ട എന്ന് പറഞ്ഞ് വേലക്കാരി അവിടുന്ന് പോവുകയാണ്. അന്നേരം ഇഷ്ടി വന്നിട്ട് വേലക്കാരി എന്തിനാ പോയത്, അവർക്ക് ഇവിടെ നിന്നാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ എടി, നമ്മൾ കൊച്ചുകുട്ടികൾ അല്ലല്ലോ, നമുക്ക് ഇവിടെ നിൽക്കാം, അതുമാത്രമല്ല ഇത് നമ്മുടെ കൂടി വീടല്ലേ, വാ കഴിക്കാം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഇഷ്ടി റൂമിൽ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ പെട്ടെന്ന് ജനാല തനിയെ ഓപ്പൺ ആവുകയും ആകെ ഭയന്ന് പതുക്കെ പോയി നോക്കുമ്പോൾ ദേ പുറത്ത് മരിച്ചു പോയ ഖയർ അങ്കിളിന്റെ പ്രേതം നിന്നിട്ട് കൈ കാട്ടി വിളിക്കുന്നു. അത് കണ്ട് ഭയന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് അഫി എത്തുകയും ദേ നോക്ക് ചേച്ചി, അവിടെ അങ്കിൾ നിൽക്കുന്നു എന്ന് പറയുകയും എന്നാൽ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. നിനക്കെന്തായി ബഗഡ് പറയാതെ പോയി കിടന്നുറങ്ങി എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി, നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അത് കേട്ട് എടി, നമുക്ക് 7 ദിവസം കഴിയാതെ എവിടുന്ന് പോകാൻ പാടില്ല, ഒരു പ്രാർത്ഥന ഉണ്ട്, അത് കഴിയുന്നവരെ നമ്മൾ ഇവിടെ നിൽക്കണം, പേടിക്കണ്ട, ധൈര്യമായി നിൽക്ക് എന്ന് പറഞ്ഞ് അഫി നേരെ ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കാൻ നോക്കുമ്പോൾ ജനാല കാറ്റത്ത് അടിക്കുന്നത് കണ്ട് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ പുറത്ത് അവളുടെ ഉമ്മയുടെ ആ ചെറിയ ബൊമ്മ കാണുകയും പോയി എടുക്കുമ്പോൾ പെട്ടെന്ന് ഖയറിന്റെ ആത്മാവ് ക്രോസ് ചെയ്തു പോവുകയും എന്നാൽ
ഇവൾ നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. ഡോർ അടച്ച് അകത്ത് കയറിയപ്പോൾ ദേ ഇഷ്ടി പ്രേതത്തെ പോലെ അനക്കമില്ലാതെ നിൽക്കുന്നു. നീ എന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്, വാ കഴിക്കാം എന്ന് പറഞ്ഞു പോവുകയും അങ്ങനെ അവർ കഴിച്ച് കിടന്നുറങ്ങുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ എന്തോ ശബ്ദം കേട്ട് ഇഷ്ടി ഉണർന്നു നോക്കുമ്പോൾ ഡോർ ഓപ്പണായി ദേ കയറങ്കിൾ മുട്ടുകുത്തി ഇഴഞ്ഞു വരുന്നു. അത് കണ്ട് അവൾ ഭയന്ന് നോക്കുമ്പോൾ പ്രേതം അവളുടെ പുതപ്പിനുള്ളിൽ കയറാൻ തുടങ്ങി. എന്നാൽ പുതപ്പിനകത്ത് നോക്കുമ്പോൾ കാണാനില്ല. മേലെ നോക്കുമ്പോൾ അകത്തേക്ക് കയറുന്ന പോലെയുണ്ട്. പെട്ടെന്ന് അകത്ത് അങ്കിളിന്റെ പ്രേതം വന്ന് സിനോ സിനോ എന്ന് പറയുകയാണ്. ആരാണ് സിനോ എന്നറിയില്ല. ആകെ ഭയന്ന് പുതപ്പ് വലിച്ചു മാറ്റി നോക്കുമ്പോൾ പ്രേതത്തെ കാണാനില്ല. ഇനി തോന്നലാണോ എന്ന് അവൾ ചുറ്റിലും നോക്കുമ്പോൾ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. അഫിയാണെങ്കിൽ ഒന്നും അറിയാതെ കിടക്കുന്നുമുണ്ട്. ഒരൽപ്പം ഭയത്തോടെ ഇഷ്ടി മൂടി പുതച്ച് കിടക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അഫി ആണെങ്കിൽ റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ എന്തോ തുണിയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് ഇവളുടെ ഉമ്മയും ആൻറ്റിയും അങ്കിളും ഒക്കെ മരിച്ചതുപോലെ ഇവളുടെ ഉപ്പയും കാറിന്റെ ഗ്ലാസ്സിൽ തലയിടിച്ച് മരിച്ചു പോയതാണ്. അതിനുശേഷം ആ തുണിയിൽ ചുറ്റിയിരിക്കുന്ന സാധനം പോലീസുകാർ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തത് അത് അഫിയും കണ്ടിട്ടുണ്ടല്ലോ. ഒരു കൂർത്ത എന്തോ കുന്ത്രാണ്ടം, ഇത് എന്നാത്ത സാധനം എന്ന് ഇവൾക്കും മനസ്സിലായില്ല. ഇതേ നേരം അകത്ത് ഇഷ്ടി എന്തോ ആലോചിച്ച് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മൂക്കിൽ നിന്നും കറുത്ത രക്തം വരാൻ തുടങ്ങി. അതേ നേരം പൂച്ച കരയുന്ന ശബ്ദവും കേട്ട് നോക്കുമ്പോൾ അവളുടെ കളിപ്പാട്ടം ജീവനുള്ള പൂച്ചയെ പോലെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണുകയാണ്. ഇഷ്ടിക്ക് അവളുടെ ഉമ്മയ്ക്ക് സംഭവിച്ചതുപോലെ ബാധ കയറിയ പോലെ പെരുമാറുകയാണ്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് അന്ന് രാത്രി അഫി കിച്ചണിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് കയർ അങ്കിളിന്റെ പ്രേതം ക്രോസ് ചെയ്തു പോയതും എന്തോ ഫീൽ ചെയ്ത് തിരിഞ്ഞു നോക്കിയെങ്കിലും കണ്ടില്ല. അതിനാൽ നേരെ പച്ചക്കറി കട്ട് ചെയ്യാൻ പോയി നിൽക്കുമ്പോൾ കയ്യിൽ ആരോ ഒരൊറ്റ പിടി. അത് ഇഷ്ടിയായിരുന്നു. എന്നാൽ അവൾ നോർമലായി സംസാരിക്കുകയാണ്. ചേച്ചി, ഞാൻ ഫുഡ് ഉണ്ടാക്കാം. എന്ത്, നീയോ? ഞാൻ കരുതി നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. ഞാൻ എന്തിനാ ചേച്ചി ദേഷ്യപ്പെടുന്നത്? ശരി, കറിയിൽ ഉപ്പ് അധികം ഇട്ടാലും മുളക് കുറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അഫി അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കെ ദേ ഇഷ്ടി ഇവിടെ നിൽക്കുന്നു. അപ്പോൾ കിച്ചണിൽ കണ്ടത് ആരാ? ആകെ ഭയന്ന് വീണ്ടും കിച്ചണിൽ പോയി ഇവിടെയും കണ്ടു അവിടെയും കണ്ടു. അപ്പോൾ ഡബിൾ ഇഷ്ടിയോ? നീ ആരാ എന്ന് ചോദിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖഭാവം മാത്രമല്ല അവൾക്ക് കണ്ണു പോലുമില്ല. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ പുറകിൽ ഇഷ്ടി വന്ന് വിളിക്കുകയും അവളെ നോക്കി വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഇഷ്ടിയുടെ രൂപത്തിൽ വന്ന പ്രേതത്തെ കാണാനില്ല. ആകെ കൺഫ്യൂസ്ഡായി നേരെ പോയി മുഖം കഴുകിക്കൊണ്ടിരിക്കെ ഇഷ്ടിക്ക് കേട്ട പോലത്തെ വോയിസ്, അതായത് സിനോ സിനോ എന്ന് ആരോ പറയുന്ന പോലെ ഇപ്പോൾ അഫിക്കും കേൾക്കാൻ തുടങ്ങി. അതേപോലെ ദേ ബാത്ത് ഡബ്ബയിൽ നിന്നും കയർ അങ്കിളിന്റെ പ്രേതം മെല്ലെ മെല്ലെ വരുന്നു. അത് കണ്ടതും അഫി ഭയന്ന് നേരെ ഇഷ്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ അവളെ കാണാനില്ല. അതിനാൽ ഇഷ്ടി ഇഷ്ടി എന്ന് വിളിച്ച് ഓരോ റൂമും തിരയുമ്പോൾ കയർ അങ്കിൾ താമസിക്കുന്ന റൂമിൽ എന്തോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതിനാൽ താഴിന്റെ ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ ദേ ഇഷ്ടി കയർ അങ്കിളിനെ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നു. അതിനാൽ ഭയന്ന് ഡോറിൽ തട്ടി അങ്കിൾ കതക് തുറക്ക് എന്ന് പറഞ്ഞെങ്കിലും തുറന്നില്ല. വീണ്ടും അതിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്കിളിന്റെ പ്രേതം വന്ന് ഭയപ്പെടുത്തുകയാണ്. പ്ലീസ് അങ്കിൾ കതക് തുറക്ക്, ഇഷ്ടിയെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡോർ ഓപ്പൺ ആവുകയും ഇപ്പോൾ അവിടെ ഇഷ്ടി മാത്രം പ്രേതത്തെ പോലെ നിന്നിട്ടുണ്ട്. നിനക്ക് എന്തു പറ്റി? വാ നമുക്ക് പോകാം. നീ പറഞ്ഞത് ശരിയാണ്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി തിങ്സ് എല്ലാം എടുത്ത് ഇഷ്ടിയെ കൂട്ടി പുറത്തിറങ്ങി ഓടിപ്പോകുമ്പോൾ പെട്ടെന്ന് എന്തോ വ്യത്യസ്തമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതിന്റെ പവറിൽ അവർക്ക് ഓടാൻ പറ്റുന്നില്ല. അന്നേരം ഇഷ്ടി വീണ്ടും ബാധ കയറിയ പോലെയായി. അവളുടെ കണ്ണൊക്കെ കറുത്തു വന്ന് 40 നാൾ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അഫിയുടെ മൂക്കിൽ നിന്നും കറുത്ത രക്തം വന്ന് മയങ്ങിയതുപോലെയായി നിലത്ത് വീഴുകയും പകുതി മയക്കത്തിൽ കിടക്കുമ്പോൾ ഇഷ്ടി അടുത്തു വന്ന് ചേച്ചി എന്തു പറ്റി എന്ന് പറഞ്ഞു വിളിക്കുന്ന പോലെ കാണുകയാണ്. ആ സീന് അവിടെ കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ചേച്ചി നമുക്കിവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ പോവാനായിട്ടില്ല, ഇന്നലെ നിന്റെ ശരീരത്തിൽ നമ്മുടെ കയർ അങ്കിളിനെ ഞാൻ കണ്ടു. 40 നാൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം അങ്കിൾ 40 നാൾ വരും, എന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തും എന്നാണ്. അത് കേട്ട് അത് ശരി, എന്നിട്ടും നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇപ്പോൾ തന്നെ പോകാം എന്ന് പറയുമ്പോൾ എടി നമ്മൾ ഓരോ തവണയും പുറത്തു പോകുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ചും പ്രേതം വന്നും ഒക്കെ നമ്മളെ തടയാറില്ലേ, നമുക്ക് ഇപ്പോൾ ഈ വീട് വിട്ടു പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതേപോലെ അങ്കിൾ മരിക്കുന്നതിന് മുൻപ് നമ്മളെ എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്, അതേപോലെ മരിച്ചു കഴിഞ്ഞിട്ടും എന്തേ പ്രേതാത്മാവ് നമ്മളെ പോവാൻ സമ്മതിക്കാത്തത്, ഇതിൽ എന്തോ ഒന്നുണ്ട്, അങ്കിൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ റൂം മൊത്തം തിരയാൻ തുടങ്ങി. അങ്ങനെ തിരയുമ്പോൾ അവർക്കൊരു പുസ്തകം കിട്ടുന്നു. അതിൽ സ്വരൂപ് എന്നൊരു കൊടൂര മന്ത്ര ചടങ്ങിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ അതിൽ ഇവരുടെ ഫാമിലി ഫോട്ടോയുമുണ്ട്. ആ ഫോട്ടോയുടെ മറുവശത്ത് ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൊടൂര വേദന അനുഭവിച്ച് മരിക്കണം എന്ന്
ആരോ എഴുതി വച്ചിട്ടുണ്ട്. അതേപോലെ ഈ ചടങ്ങ് എന്തിനാ ചെയ്യുന്നതെന്നും ആ പുസ്തകത്തിൽ ഉണ്ട്. അതായത് ഒരു വ്യക്തിയെ കൊല്ലണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആഭിചാര കർമ്മം നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ ചടങ്ങ് ചെയ്യാൻ ആദ്യം ശ്മശാനത്തിൽ പോയി കല്ലറയിലെ മണ്ണ് തിന്നണം. അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. വിശക്കുമ്പോൾ ഒക്കെ ശ്മശാനത്തിലെ മണ്ണ് മാത്രം കഴിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെ ശവക്കല്ലറയിലെ മണ്ണാണോ കഴിച്ചതോ അവരുടെ പ്രേതാത്മാവ് നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹത്തിന് സഹായിക്കാൻ വരും. നിങ്ങൾ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവരെ 40 ദിവസം കൊടൂരമായി ടോർച്ചർ ചെയ്ത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തും. സോ ഈ ഒരു ആഭിചാരം ചെയ്തതിനാലാണ് അഫിയുടെ ഉപ്പയും ഉമ്മയും അങ്കിളും ആൻറ്റിയും എല്ലാവരും കൊല്ലപ്പെട്ടത്. അതേപോലെ ഈ ചടങ്ങിന് ഉള്ള ഒരു പ്രശ്നം എന്തെന്നാൽ ആരാണോ ഈ ചടങ്ങ് തുടങ്ങുന്നതോ അവർ തന്നെ ചടങ്ങ് പൂർത്തിയാക്കണം. പകുതിക്ക് വെച്ച് നിർത്തിയാൽ ആരുടെ ശവക്കുഴിയിൽ നിന്നാണോ മണ്ണ് തിന്നതോ ആ ശവക്കുഴിയിലെ പ്രേതം ചടങ്ങ് പകുതിയിൽ വെച്ച് നിർത്തിയവനെ ടോർച്ചർ ചെയ്ത് കൊല്ലും. അതൊക്കെ വായിച്ചപ്പോൾ ഇപ്പോഴാണ് അഫിക്ക് കാര്യം മനസ്സിലായത്. അതായത് നമ്മുടെ കുടുംബത്തെ തകർക്കാൻ കയർ അങ്കിളാണ് സ്വറൂപ്പ് എന്ന കൊടൂര മന്ത്രവാദം ചെയ്തത്. എന്നാൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിനാൽ അങ്കിൾ നമ്മളെ മനഃപൂർവ്വം ഇവിടെ വിളിച്ചു വരുത്തി കുടുക്കിയതാണ്. അതിനാലാണ് പ്രേതം കയർ അങ്കിളിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നേരെ വേലക്കാരിയെ കോൾ ചെയ്തെങ്കിലും ഇവൾ സംസാരിക്കുന്നത് വേലക്കാരിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പകരം കൊല്ലപ്പെട്ട കയർ അങ്കിളിൻ്റെ കൊടൂര വോയിസ് കേൾക്കാൻ തുടങ്ങി. അത് കേട്ട് ഇഷ്ടി ആണെങ്കിൽ പേടിച്ച് ആ വീട് വിട്ട് ഓടാൻ തുടങ്ങി. പുറകെ അഫിയും. എന്നാൽ കുറച്ച് ദൂരെ എത്തിയപ്പോൾ അവരെ എന്തോ ഒരു ശക്തി തിരിച്ചു പറത്തി വിടുകയാണ്. ആ വീഴ്ചയിൽ അവളുടെ ബോധവും പോയി. എന്നാൽ അഫി മയങ്ങിപ്പോകുന്നതിന് മുൻപ് അവളുടെ കണ്ണിന് കൊല്ലപ്പെട്ട സബ ആൻറ്റിയുടെ ആത്മാവ് വന്നിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുകയും അഫി പൂർണ്ണമായും മയങ്ങിപ്പോവുകയും ചെയ്തു. ആ മയക്കത്തിൽ നിന്നും കണ്ണു തുറക്കുമ്പോൾ രണ്ടുപേരും ബെഡിൽ കിടന്നിട്ടാണുള്ളത്. നമ്മൾ മുറ്റത്തല്ലേ വീണത്, പിന്നെ എങ്ങനെ ഇവിടെ എത്തി എന്ന് കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ അഫിക്ക് അവസാനം സബ ആൻറ്റിയെ കണ്ടത് ഓർമ്മ വരികയാണ്. അതിനാൽ ആൻറ്റി, സബ ആൻറ്റി, നിങ്ങൾ എവിടെയാ, ഞങ്ങളെ സഹായിക്കാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ദേ സബ ആൻറ്റിയുടെ ആത്മാവ് പുറത്ത് നിൽക്കുന്നു. അതിനാൽ പുറത്തു പോയി നോക്കിയെങ്കിലും ഇപ്പോൾ കാണാനില്ല. എന്നാൽ ദേ കയർ അങ്കിൾ ആ വിജനമായ കാട്ടിലൂടെ നടന്നു വരുന്നു. അത് കണ്ട് ഇഷ്ടി ഭയന്ന് അകത്തേക്ക് പോവുകയും ഇഷ്ടിയെ നോക്കി തിരിച്ച് കാട്ടിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അങ്കിളിൻ്റെ പ്രേതത്തെ കാണാനില്ല. അതേപോലെ അകത്തു പോയ ഇഷ്ടി ഛർദ്ദിക്കാൻ തുടങ്ങി. അതും ഷവർപ്പറമ്പിലെ മണ്ണാണ് ഛർദ്ദിക്കുന്നത്. ഭയന്ന് നിൽക്കുന്ന ഇഷ്ടിയോട് സോറി മോളെ, നീ പറഞ്ഞപ്പോൾ ഞാൻ അനുസരിക്കണമായിരുന്നു, അന്നേ നമ്മൾ പോകണമായിരുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ ചേച്ചി വിഷമിക്കേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള വഴി കിട്ടും എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം കിടന്നുറങ്ങുമ്പോൾ കയർ അങ്കിളിൻ്റെ വോയിസ് കേൾക്കാൻ തുടങ്ങി. അഫി ഭയന്ന് എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ ദേ പുറത്ത് കയർ അങ്കിളിൻ്റെ പ്രേതം നിന്നിട്ട് സിനോ സിനോ ഞാൻ 40-ാം നാൾ വരും, കൊല്ലും എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് അതേ ഡയലോഗ് ഇഷ്ടിയും പറയാൻ തുടങ്ങി. ഇഷ്ടിയെ നോക്കി അങ്കിളിനെ നോക്കുമ്പോൾ അങ്കിളിനെ കാണാനില്ല. വീണ്ടും ഇഷ്ടിയെ നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കത്തിലാണ്. സോ ഏതാണ് ശരി ഏതാണ് സ്വപ്നം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരും ഭയന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അലറി പറയാൻ തുടങ്ങി. ബട്ട് കാര്യമുണ്ടായില്ല. കാടിന് നടുവിലാണ് വീട്, ആര് കേൾക്കാൻ. അതേപോലെ ഇന്നലെ രാത്രി വേലക്കാരിയെ വിളിച്ചിരുന്നില്ലേ, എന്നാൽ സംസാരിച്ചത് ഒന്നും വേലക്കാരി കേട്ടിരുന്നില്ല. അതിനാൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടാവും എന്ന് മനസ്സിലാക്കി ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അഫിയുടെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങി. ഇഷ്ടി ആണെങ്കിൽ ചേച്ചി, കയർ അങ്കിളിന് നമ്മുടെ കുടുംബത്തിന് എന്താ ഇത്ര ദേഷ്യം, എന്തിനാ നമ്മളെ ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മന്ത്രങ്ങൾ എഴുതിയ ബുക്ക് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ഫോട്ടോ. അത് കയർ അങ്കിളും ഭാര്യ സബയും ഈ വീടിൻ്റെ പുറത്തു നിന്നും എടുത്ത ഫോട്ടോ ആണിത്. അത് നോക്കി നിൽക്കെ ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ അഫിയും ഇഷ്ടിയും അവരുടെ ഉപ്പയും ഉമ്മയും പിന്നെ കയർ അങ്കിളും സബ ആൻറ്റിയും എല്ലാവരും ഒരേ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. ഉമ്മയും ഉപ്പയും സംസാരിക്കുന്നത് ഈ വീട് വിട്ടിട്ട് വലിയ സിറ്റിയിൽ പോയി സെറ്റിലാവാം, മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാം എന്നൊക്കെയാണ്. എന്നാൽ കയർ അങ്കിളിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ വീട് വിട്ട് പോകാൻ മനസ്സ് ഇല്ലാത്ത പോലെയാണ്. സബ ആൻറ്റിയും മാറി നിൽക്കുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ, എന്തേ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അഫിയുടെ ഉമ്മ ആണെങ്കിൽ ചുമ്മാ ഇരിക്കാതെ നിങ്ങൾ എവിടുന്ന് എന്ത് കൊടുത്താ ഫുഡ് ഓർഡർ ചെയ്തത്, നിങ്ങളുടെ ബിസിനസ് 8 നിലയിൽ പൊട്ടിയില്ലേ, നിങ്ങളുടെ കയ്യിൽ എവിടുന്ന പണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. സോ ഇതൊക്കെ കാരണം കൊണ്ട്, അതായത് ആൻറ്റിയെയും അങ്കിളിനെയും കളിയാക്കിയതിനാലും ഈ വീട് അവർക്ക് വേണം എന്നതിനാലും ആയിരിക്കും നമ്മുടെ ഫാമിലിക്ക് എതിരെ കയർ അങ്കിൾ സ്വരൂപ് എന്ന കൊടൂര ആഭിചാരം കൂടോത്തരം ചെയ്തത്. എന്നാൽ ആ ആഭിചാര കർമ്മം എന്തോ ഒരു കാരണത്താൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പ്രേതം അങ്കിളിനെ ടോർച്ചർ ചെയ്ത് കൊന്നതും വീണ്ടും ജീവൻ നൽകുന്നതും വീണ്ടും കൊല്ലുന്നതും.
ആ ഒരു ശിക്ഷയാണ് അങ്കിൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. സോ അതിൽ നിന്നും അങ്കിൾ രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കും നമ്മളെ അങ്കിൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പ്രേതത്തിന്റെ വലയിൽ കുരുക്കി അങ്കിൾ മരിച്ച് രക്ഷപ്പെട്ടു പോയതും ഇപ്പോൾ നമ്മൾ ടോർച്ചർ അനുഭവിക്കുന്നതും. അങ്ങനെ നേരെ കയർ അങ്കിളിന്റെ റൂമിൽ പോയിട്ട്, ഹേയ് അങ്കിളെ, നിങ്ങൾക്ക് ഈ വീടല്ലേ വേണ്ടത്? അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത്? ഈ വീട് നിങ്ങൾ തന്നെ എടുത്തോ, എനിക്ക് ഇത് വേണ്ട. ഞങ്ങൾക്ക് ഈ വീടിനോട് ഒരു ആഗ്രഹവുമില്ല. പകരം ഞങ്ങളെ ഇവിടുന്ന് പോകാൻ അനുവദിക്ക്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇവിടെ നിന്ന് ടോർച്ചറിങ് അനുഭവിക്കാം. പകരം എൻ്റെ അനിയത്തിയെ എങ്കിലും പുറത്തേക്ക് വിട് പ്ലീസ് എന്ന് പറഞ്ഞ് അലറിക്കരയുകയാണ്. ചേച്ചി, ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, പോകുന്നെങ്കിൽ ഞങ്ങൾ 2 പേർ പോകും എന്നൊക്കെ പറയുമ്പോൾ അവിടെ കട്ടിലിനടിയിൽ എന്തോ പലക വെച്ചതായി കാണുകയാണ്. അതെന്താ എന്നറിയാൻ കട്ടിൽ മാറ്റി പലക മാറ്റുമ്പോൾ മണ്ണിൽ എന്തോ മൂടിയ പോലെയുണ്ട്. മാന്തി നോക്കുമ്പോൾ ഒരു നെക്ലേസ് കിട്ടുകയാണ്. അത് മരിച്ചുപോയ സബ ആന്റിയുടേതാണ്. വലിച്ചിട്ടും വരാത്തതിനാൽ അവിടെ വീണ്ടും മാന്തി നോക്കുമ്പോൾ അവിടെ ഒരു അസ്ഥികൂടം. ആ അസ്ഥികൂടത്തിലാണ് നെക്ലേസ് ഉള്ളത്. അതിനർത്ഥം ആ അസ്ഥികൂടം സബ ആന്റിയുടേതാണ്. ആകെ ഭയന്ന് പുറത്തേക്ക് പോകുമ്പോൾ കിച്ചണിൽ വേലക്കാരി വന്നു നിൽക്കുന്നു. ഏയ് ആന്റി, വീട്ടിലുള്ള എല്ലാ ഡോറും ക്ലോസ് ആണല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാ അകത്തേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓ അതോ, നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് വേണ്ട എന്ന് കരുതി ബാക്ക് ഡോർ വഴിയാ ഞാൻ വന്നത് എന്ന് പറയുകയാണ്. അതെയോ, ശരി. പിന്നെ ആന്റി, നിങ്ങളോട് കയർ അങ്കിൾ പറഞ്ഞത് സബ ആന്റി പിണങ്ങി ഈ വീട് വിട്ടു പോയി എന്നല്ലേ? എന്നാൽ അത് കള്ളമായിരുന്നു. സബ ആന്റിയെ കൊന്ന് ബോഡി കട്ടിലിനടിയിൽ കുഴിച്ചു മൂടിയതാണ്. ഞങ്ങൾക്ക് അസ്ഥികൂടവും മാലയും കിട്ടി. അങ്കിളാണ് ഞങ്ങളുടെ കുടുംബത്തെയും നശിപ്പിക്കാൻ നോക്കിയത്. അത് കേട്ട് നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് വേലക്കാരി ചോദിക്കുമ്പോൾ, അയ്യോ ആന്റി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ ഉമ്മയും ഉപ്പയെയും കൊന്നു. ഈ വീട് സ്വന്തമാക്കാനാണ് കയർ അങ്കിൾ കൂടോത്രം ചെയ്തത് എന്ന് പറയുമ്പോൾ ആന്റി ആണെങ്കിൽ അത് വിശ്വസിക്കുന്ന പോലെയില്ല. അതിനാൽ ഞാൻ എല്ലാം തെളിവ് സഹിതം കാണിക്കാം എന്ന് പറഞ്ഞ് അഫി അകത്തേക്ക് പോവുകയും വേലക്കാരി ആണെങ്കിൽ ഒരു റിയാക്ഷൻ പോലും ഇല്ലാതെ വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ്. അത് ഇഷ്ടി ഒരുമാതിരി നോക്കി നിൽക്കുമ്പോൾ അകത്ത് പോയ അഫി ആ സ്വരൂപ്പ് എന്ന കൂടോത്തരത്തിന്റെ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് കാണിച്ച് കൊടുക്കുമ്പോൾ അതിനെ നോക്കാതെ വേലക്കാരി ഒരുമാതിരി വ്യത്യസ്തമായി സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ഉപ്പ മരിച്ചുപോയ ഒരു കാര്യത്തെ വിട്ടിട്ട് പോയില്ലേ, അത് കത്തിച്ചു കള എന്ന് പറഞ്ഞുകൊണ്ട് കൈവിരൽ മുറിക്കാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പ്രേതത്തെ പോലെ അലറിയതും അഫിക്ക് എന്തായി എന്നറിയില്ല. തുടിച്ചോണ്ട് നിന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. അതും മണ്ണ്, ശവപ്പറമ്പിലെ മണ്ണാണ് ഛർദ്ദിക്കുന്നത്. ഇഷ്ടയാണെങ്കിൽ അഫിയെ കൂട്ടി രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ വേലക്കാരി മുന്നിൽ വന്ന് നിൽക്കുകയും നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ മറന്നുപോയോ? ഇത് ഞാനാ, ഇവിടുത്തെ വേലക്കാരി. എന്നെ നിങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ എന്നറിയാൻ വന്നതാ എന്ന് പറയുകയാണ്. ഇപ്പോഴാണ് ഇതാണ് ശരിക്കും വേലക്കാരി എന്നും നേരത്തെ കണ്ടത് പ്രേതം ആണെന്നും തിരിച്ചറിയുന്നത്. അങ്ങനെ ഇവിടെ നടന്ന എല്ലാ കാര്യവും വേലക്കാരിയോട് പറഞ്ഞിട്ട് തുണിയിൽ ചുരുട്ടിവെച്ച ഒരു കൂർത്ത കുന്ത്രാണ്ടം ഇല്ലേ, അത് വേലക്കാരിക്ക് കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ആന്റി എന്ന് ചോദിക്കുമ്പോൾ, ഇത് നിങ്ങളുടെ ഉപ്പ മരിച്ചപ്പോൾ പോലീസുകാർ ആണ് എനിക്ക് തന്നത്. ഇതിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ തിങ്സിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു കടലാസുണ്ട്. ഇപ്പോഴാണ് വേലക്കാരി ആന്റിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ വീട്ടിൽ നിന്നും പോകുന്നതിന് ഒരു ദിവസം മുൻപ് ഭക്ഷണം ഒക്കെ റെഡിയാക്കി എല്ലാവരോടും ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ അകത്തുനിന്ന് സബ ആന്റി പ്രേതത്തെ പോലെ ഒച്ച വെച്ചിരുന്നില്ലേ? അന്നേരം ചെറിയ കുട്ടികളായിരുന്ന നിങ്ങളെ അടുത്ത് ഇരുത്തി ഞാൻ അല്ലേ സമാധാനപ്പെടുത്തിയത്? എന്നാൽ പെട്ടെന്ന് ആന്റിയുടെ ശരീരത്തിൽ കയറിയ പ്രേതം മുന്നിൽ വന്ന് അലറിയപ്പോൾ നിങ്ങൾ പേടിച്ച് കരഞ്ഞിരുന്നില്ലേ? അതിനാൽ കയർ അങ്കിൾ നിങ്ങളെ 2 പേരെയും ഇനി ഇവിടെ നിൽക്കുന്നത് വേണ്ട, സിറ്റിയിൽ പോയിട്ട് താമസിക്കട്ടെ എന്ന് തീരുമാനിച്ച് പറഞ്ഞു വിട്ടു. ഞാനാണല്ലോ നിങ്ങളെ കൊണ്ടുവിട്ടത് എന്ന് വേലക്കാരി പറഞ്ഞിട്ട്, സോ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്ക്, കയർ അങ്കിൾ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങളെ വീട് വിട്ട് പറഞ്ഞു വിടില്ലായിരുന്നു, വീട്ടിൽ തന്നെ നിർത്തുമായിരുന്നു. അതുകൊണ്ട് കയർ അങ്കിൾ ഈ ചടങ്ങ് കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല എന്നൊക്കെ വേലക്കാരി പറയുകയാണ്. പെട്ടെന്ന് ഇഷ്ടിക്ക് എന്തോ തലകറക്കം അനുഭവപ്പെടുകയും അവളെ അവിടെ കിടത്തിയിട്ട് ഞാൻ ചൂടുവെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അഫി കിച്ചണിൽ പോയപ്പോൾ വേലക്കാരി ആണെങ്കിൽ ആ കുന്ത്രാണ്ടം എടുത്ത് നോക്കുമ്പോൾ ദേ ഇഷ്ടി എഴുന്നേറ്റ് പ്രേതത്തെ പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് വേലക്കാരിയെ നോക്കി അലറുമ്പോൾ അവളുടെ കണ്ണൊക്കെ കറുത്തിരിക്കുന്നത് കാണാം. പ്രേതബാധ കയറിയിട്ടുണ്ട്. നേരെ ചാടി വേലക്കാരിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ആ അലർച്ച കേട്ട അഫി അവിടേക്ക് പോകാൻ നോക്കുമ്പോൾ കറണ്ട് കട്ടാവുകയും ടോർച്ച് ലൈറ്റ് എടുത്ത് പോയി നോക്കുമ്പോൾ ഇഷ്ടിയെ കാണാനില്ല. വേലക്കാരി മയങ്ങി വീണു കിടക്കുന്നു. ജനാല ഒക്കെ കാറ്റത്ത് അടിക്കാൻ തുടങ്ങി. ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദേ അങ്കിളിന്റെ പ്രേതം നിന്നിട്ട് സിനോ എന്ന് പറയുന്നു. അത് കണ്ട് അങ്കിളെ ദയവ് ചെയ്ത് പറ, ഇഷ്ടി എവിടെയാ? അന്നേരം കയർ ആണെങ്കിൽ ആരെയോ കണ്ട് ഭയന്ന്
ഭയന്ന് ഏയ് സിനോ, നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞ് നിലത്തേക്ക് വീഴുകയും അതേ നേരം അഫിയുടെ പുറകിൽ ആരോ നിൽക്കുന്ന പോലെ കണ്ട് ടോർച്ചടിച്ച് നോക്കുമ്പോൾ അത് ഖൈർ അങ്കിളിന്റെ ഭാര്യ സബ ആന്റി ആയിരുന്നു. എന്താ പേടിച്ചു പോയോ? വാടി വാ, ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അവസാനം എങ്ങനെയൊക്കെയോ ആയി നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് വരുത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അന്നേരം അഫി ഷോക്കായിട്ട്, അപ്പോൾ നിങ്ങളായിരുന്നോ ഇതിൻ്റെ ഒക്കെ പുറകിൽ? ഞങ്ങളുടെ കുടുംബത്തെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ നോക്കിയത് നിങ്ങളായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്തിന്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്തില്ല എന്നോ? നിന്റെ ഉമ്മ ഉണ്ടല്ലോ, അവൾ എപ്പോൾ നോക്കിയാലും ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തോണ്ട് കളിയാക്കിക്കൊണ്ടേ നിൽക്കും. അതേപോലെ നിന്റെ ഉപ്പ വീട് വിട്ടിട്ട് ഞങ്ങളെ ഒഴിവാക്കി നാട് വിട്ടു പോകാൻ നോക്കിയവൻ അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് എതിരെ കൂടോത്രം ചെയ്തത് എന്ന് പറഞ്ഞ് അഫിയെ പിടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് അവൾ പേടിച്ച് കണ്ണടച്ച് പിടിച്ച് അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇപ്പോൾ ആൻറ്റിയുടെ പ്രേതത്തെ കാണാനില്ല. ലൈറ്റ് അടിച്ചപ്പോൾ പെട്ടെന്ന് മുന്നിൽ വന്ന് ഭയപ്പെടുത്തുകയാണ്. അതേപോലെ ഇഷ്ടിയാണെങ്കിൽ ബാധ കയറിയ പോലെ വന്നിട്ട് സ്വറൂപ്പ് സ്വറൂപ്പ് എന്ന് ആ കൂടോത്രത്തിൻ്റെ പേര് പറയുമ്പോൾ ആ കൂടോത്രം കാരണം കൊല്ലപ്പെട്ട എല്ലാവരുടെയും പ്രേതാത്മാക്കൾ വന്ന് ഒരുമിച്ച് സ്വറൂപ്പ് സ്വറൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് എന്തോ ഒരു ശക്തി ഇഷ്ടിയെ വലിച്ചുകൊണ്ട് ഖൈറിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പുറകെ അഫിയും ഓടിപ്പോയി ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ പുറകിൽ സബ ആൻറ്റിയുടെ പ്രേതം നിൽക്കുന്നു. അത് മനസ്സിലാക്കി പതുക്കെ തിരിഞ്ഞു നോക്കിയെങ്കിലും കണ്ടില്ല. അന്നേരം ഡോർ പതിയെ തുറക്കുകയും അകത്ത് കയറി നോക്കുമ്പോൾ ദേ ഇഷ്ടി വായുവിൽ നിൽക്കുന്നു. അവളുടെ കാലിൽ പിടിച്ച് വലിച്ചോണ്ട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞെങ്കിലും ഇഷ്ടിക്ക് അങ്ങനെ പറ്റുന്നില്ല. അന്നേരം കൊല്ലപ്പെട്ട എല്ലാവരുടെയും പ്രേതം വന്ന് സിനോ സിനോ എന്ന് പറഞ്ഞ് അഫിയെ ഭയപ്പെടുത്താൻ തുടങ്ങി. ആകെ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ടോർച്ച് ലൈറ്റ് ഓഫ് ആവുകയും ഓൺ ചെയ്യാനേ പറ്റുന്നില്ല. ഒരു ഘട്ടത്തിൽ ഓണായതും പെട്ടെന്ന് ആൻറ്റി പ്രേതം വന്ന് അലറിയതും അഫി പറന്നു പോയി ചുമരിൽ ഇടിച്ച് താഴെ വീണ് അവളുടെ ബോധം തന്നെ പോയി. ഇപ്പോഴാണ് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നത്. അഫിയുടെ ഉമ്മ കൊടൂരമായി മരിച്ചതിനാൽ ഉപ്പയുടെ ജീവിതം സങ്കടത്തിലായി. അങ്ങനെ ഭാര്യയെ ഓർത്ത് നിൽക്കുമ്പോൾ സബ ആൻറ്റി കാട്ടിലേക്ക് നടന്നു പോകുന്നത് കാണുകയും അവൾ എങ്ങോട്ടാ പോകുന്നത് എന്നറിയാൻ പുറകെ പോയി നോക്കുമ്പോൾ സബ ഒരു ശവപ്പറമ്പിൽ പോയി ഒരു ശവക്കുഴിയിലെ മണ്ണ് വാരി വാരി കഴിക്കുന്നത് കാണുകയാണ്. തന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി സബ ആൻറ്റി ടോർച്ച് അടിച്ച് നോക്കിയെങ്കിലും കണ്ടില്ല. അഫിയുടെ ഉപ്പ ഒരു വശത്ത് ഒളിച്ചു നിന്നിരുന്നു. അതിനുശേഷം ഉപ്പ ഒരു മന്ത്രവാദിയെ കണ്ട് ഒരു കുന്ത്രാണ്ടത്തിൽ, അതൊരു കൊമ്പായിരുന്നു, ആ കൊമ്പിനകത്ത് എന്തോ മന്ത്രങ്ങൾ എഴുതിയ കടലാസ് വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സഭ ഓരോ വശത്തായി നിൽക്കുന്ന പോലെ കാണുകയാണ്. അതിനാൽ വണ്ടി നിർത്തി നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. ചിലപ്പോൾ തോന്നിയതായിരിക്കാം എന്ന് കരുതി പോകാൻ നോക്കുമ്പോൾ ഇപ്പോൾ അയാൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ആരോ കൺട്രോൾ ചെയ്ത് തല ഇടിച്ച് ഇടിച്ച് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വാഹനത്തിലുണ്ടായിരുന്ന ആ കുന്ത്രാണ്ടം, ആ കൊമ്പ് അതെടുത്ത് പോലീസ് വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തത്. അതൊക്കെ ഫ്ലാഷ് ബാക്ക് പോലെ വേലക്കാരിക്ക് മനസ്സിലാവുകയും അതിനാലിപ്പോൾ ആ കൊമ്പെടുത്ത് അഫിയെ വിളിച്ചുണർത്തി കൂടോത്രം നശിപ്പിക്കാനാണ് നിന്റെ ഉപ്പ മന്ത്രിച്ച കൊമ്പ് കൊണ്ടുവന്നത്. ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള മന്ത്രമാണ് കൊമ്പിനുള്ളിൽ കടലാസിൽ എഴുതിയിട്ടുള്ളത്. സോ ദുഷ്ടശക്തികളെ ഇത് വെച്ച് കുത്തിയിട്ട് മന്ത്രം ചൊല്ലിയാൽ സുബ ആൻറ്റിയുടെ കൊടൂരാത്മാവ് നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രേതം വന്ന് വേലക്കാരിയെ പിടിച്ച് വലിച്ച് സോഫയിൽ തല ഇടിച്ച് മയക്കി കിടത്തുകയാണ്. അഫി ഓടിപ്പോയി ഉണർത്താൻ നോക്കിയെങ്കിലും ഉണർന്നില്ല. ഇഷ്ടിയെ പോയി നോക്കുമ്പോൾ അവൾ ഇപ്പോഴും മണ്ണ് ഛർദ്ദിക്കുന്നുണ്ട്. അന്നേരം ദേ സഭയുടെ പ്രേതം ചുമരിൽ നിന്നിട്ട് സിനോ സിനോ എന്ന് ചിരിച്ചോണ്ട് പറയുന്നു. ആകെ ഭയന്ന് ഇഷ്ടിയെ കൂട്ടി പോയിക്കൊണ്ടിരിക്കെ വേറെ ആരുടെയൊക്കെയോ കാലൊച്ച കേൾക്കാൻ തുടങ്ങി. നോക്കിയാൽ ദേ മുകളിൽ കൂടി പ്രേതം നടക്കുന്നു. ടോർച്ചടിച്ച് നോക്കിയതും പ്രേതം പറന്നു വരുന്നത് കണ്ട് ഓടിപ്പോയി നേരത്തെ സഭയുടെ അസ്ഥികൂടം കിട്ടിയ ആ റൂം ഉണ്ടല്ലോ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. നമുക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റുമോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നീ ടെൻഷൻ ആവണ്ട, രക്ഷപ്പെടാൻ വഴിയുണ്ടാവും എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോ മൂലക്ക് ഒളിച്ചു നിൽക്കുകയാണ്. എന്നാൽ അവർ ഒളിച്ചു നിന്നത് മനസ്സിലാക്കി സഭ ആൻറ്റിയുടെ പ്രേതം പതുക്കെ വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഖൈർ അങ്കിൾ ഉണ്ടല്ലോ, നിങ്ങളെ രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ ഈ നാട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു. അതിനാൽ എനിക്ക് എന്താ സംഭവിച്ചത് എന്നറിയോ? നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ പറ്റാത്തതിനാൽ ആ കൂടോത്രം ഇല്ലേ, സ്വരൂപ് കൂടോത്രം, അത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അതിനാൽ പ്രേതം എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. കൊടൂര വേദന ഞാൻ അനുഭവിച്ചു. അതേ വേദന നിങ്ങളുടെ അങ്കിളും അനുഭവിക്കണം എന്ന് തീരുമാനിച്ചാണ് ഇത്രയും നാൾ അയാളെ ഞാൻ ടോർച്ചർ ചെയ്തത്. ആത്മഹത്യക്കൊക്കെ അയാൾ ശ്രമിച്ചു.
പക്ഷേ കയറിനെ മരിക്കാൻ ഞാൻ വിട്ടില്ല. അവസാനം കയറിനെ ഉപയോഗിച്ച് തന്നെയാണ് നിങ്ങളെ ഇവിടത്തേക്ക് വരുത്തിയത്. അതിനുശേഷമാണ് കയർ അങ്കിളിന്റെ ജീവൻ ഞാൻ എടുത്തത് എന്ന് പറഞ്ഞിട്ട് അതേ വേദന നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ മരിക്കുന്നതോടുകൂടി സ്വരൂപ് എന്ന കൂടോത്രത്തിന്റെ ശാപത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെടും. ആ കൂടോത്രം കംപ്ലീറ്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അഫി പെട്ടെന്ന് എഴുന്നേറ്റ് ടോർച്ച് കത്തിച്ച് സഭയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, ഓഹോ, നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചത് മാത്രമേ പ്രേതത്തിന് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് കയ്യിലുള്ള കൊമ്പ് എടുത്ത് പ്രേതത്തിന്റെ ശരീരത്തിലേക്ക് ഒരൊറ്റ കുത്ത്, എന്നിട്ട് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മന്ത്രം ചൊല്ലവേ പ്രേതം കത്തി എരിഞ്ഞ് ഒടുവിൽ അവളുടെ അസ്ഥികൂടം ഉണ്ടായിരുന്ന ആ സമാധിയിൽ വീണ് അങ്ങനെ പ്രേതം നശിച്ചു പോവുകയും ചെയ്തു. ശേഷം വേലക്കാരിക്ക് ബോധം തിരിച്ചു കിട്ടി ഓടി വന്ന് അഫിയെയും ഇഷ്ടിയെയും കെട്ടിപ്പിടിച്ച് ആശ്വസിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണുന്നത് അഫിയും ഇഷ്ടിയും ആ വീട് വിട്ടു പോകുന്നതിന് മുൻപ് സഭ ആന്റിയുടെ ബോഡി കത്തിത്തീർന്ന ആ റൂം ഉണ്ടല്ലോ, അത് പൂട്ടി പോകാൻ നോക്കുമ്പോൾ വീടിന്റെ മുൻപിൽ ആരോ നിൽക്കുന്ന പോലെയുണ്ട്. ആരാണെന്ന് നോക്കിയാൽ മുൻപ് ഒരിക്കൽ ഈ വീട്ടിലേക്ക് തന്നെ ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഒരു ലേഡി നോക്കിയിട്ട് അഫിയെ കാണുമ്പോൾ അവിടുന്ന് പോയിരുന്നില്ലേ, ആ ലേഡിയാണ് ഈ ലേഡി. കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുകയും അങ്ങനെ അകത്ത് ഇരുത്തി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എൻ്റെ ഒരു ബുക്കുണ്ട്, സ്വരൂപ് എന്ന് എഴുതിയ ബുക്ക്, അതെടുക്കാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സഭ ആന്റിയെ തീർത്ത ആ റൂമിൽ നിന്നും സ്വരൂപ് സ്വരൂപ് എന്ന് പ്രേതം അലറി പറയുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി. അതേപോലെ ഇതുവരെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ലേഡി അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. ആകെ ഭയന്ന് ഇത് ഇനിയും അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ വീട് വിട്ട് ഓടിപ്പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ഡോറും ക്ലോസ് ആവുകയും ചെയ്തു. രക്ഷപ്പെട്ടു എന്ന് കരുതിയ ചേച്ചിയും അനിയത്തിയും ആ വീട്ടിൽ വീണ്ടും കുടുങ്ങി. സ്വരൂപ് എന്ന കൊടൂര കൂടോത്രത്തിന്റെ ശാപം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ രണ്ടാം ഭാഗം വരും. കാരണം പ്രേതം ആരുടെയോ പേര് പറഞ്ഞിരുന്നില്ലേ, സിനോ എന്ന്. അതാരായിരിക്കും? കാത്തിരിക്കാം നമുക്ക് രണ്ടാം ഭാഗത്തിനായി. രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.